ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഓർത്തു നിങ്ങളുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളെ ഒന്ന് ഓർക്കാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളോ ഷോർട്സുകളോ ഒക്കെ ഇടുമ്പോൾ അത് കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണല്ലോ അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുക, അല്ലെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നുക. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയുടെ അടുത്ത് വന്ന 10 കുഷ്ഠരോഗികൾ ഒരാൾ മാത്രം വന്ന് നന്ദി പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ 10 പേരെയല്ലേ സുഖപ്പെടുത്തത്, ബാക്കി 9 പേരെവിടെ? അപ്പം നന്ദി എന്ന് പറയുന്നത് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതാണ്. വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു താങ്ക് യു പറയുമ്പോൾ, വളരെ ഉപകാരം എന്ന് പറയുമ്പോഴൊക്കെ അറിയാതെ അത് കേൾക്കുന്ന വ്യക്തികൾക്ക്, ആരോടും നമ്മൾ അങ്ങനെ പറയുന്നവരുടെ ഉള്ളിൽ നമ്മളറിയാത്ത വിധത്തിൽ ആനന്ദ തിരമാലകൾ ഉണ്ടാകും, പുറമേ കാണിച്ചില്ലെങ്കിലും. അപ്പം ഇന്ന് ഞാൻ ഓർക്കുകയാണ്, എത്രയോ പേരാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ പല പ്രോഗ്രാമും ഇട്ട് കഴിയുമ്പോൾ അതിനെ കേൾക്കുകയും അതിനെ വളരെ നന്നായിട്ട് അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴവരോട് ചിലപ്പോഴൊക്കെ ഉള്ളിൽ നന്ദി തോന്നും. പിന്നെ ചിലരൊക്കെ എന്താ പറയുക, നമ്മളോട് പ്രതികരിക്കുന്നില്ലല്ലോ എന്നോർത്ത് ചിലപ്പോൾ വിഷമമുണ്ടോ, അത് നോർമലാണ്. അപ്പോഴത് അവിടെ നിൽക്കട്ടെ. അപ്പം നിങ്ങൾ കാണിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും അല്ലാത്തവർ, അറിയുക പോലും ഇല്ലാത്തവർ, കേട്ടിട്ടില്ലാത്ത പേരുകൾ, അവരൊക്കെ എൻ്റെ ഈ പ്രോഗ്രാമിന് അല്ല ഞാൻ ചെയ്യുന്ന ഈ വേലയ്ക്ക്, വിശേഷ വേലയ്ക്ക് നന്ദി പറയാറുണ്ട്. അതിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. അപ്പോൾ ഞാൻ ഇന്നോർത്തും, എത്രയോ നല്ല മനുഷ്യരുടെ, ദൈവസ്നേഹം ഉള്ളിലുള്ളവരുടെ ഒരു സപ്പോർട്ടാണ്, എന്നോടുകൂടിയുള്ള ഒരു സഞ്ചാരമാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുക, എനിക്ക് എനർജി അല്ലെങ്കിൽ ഊർജം തരിക. അതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയും എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടാകണം. അപ്പോൾ ദൈവമായ കർത്താവിന് ഞാൻ നിങ്ങളുടെ പേരിൽ മഹത്വവും നന്ദിയും പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഹൃദയത്തിൽ തൊട്ട് നന്ദി എന്ന് പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.